എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ NSS സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ CMA സ്കൂളിലേക്ക് പോകുന്ന വഴിക്കുള്ള അടിപ്പാത ഉണ്ടല്ലോ, റെയിൽവേ അടിപ്പാതയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഡ്രെയിനേജ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല കാര്യം. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ വലിയ വെള്ളക്കെട്ടാണ്. അപ്പുറത്തെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഡ്രെയിനേജ് ഇവിടെ ഉണ്ടാക്കുന്നതിൽ അശാസ്ത്രീയമായി എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ നേരത്തെ കാണിച്ചു തന്ന പോലെയുള്ള ഒരു സൈഡിലൊരു പൈപ്പ് വന്നിട്ടുണ്ട്. ഈ പൈപ്പ് വന്ന് നിൽക്കണതിൻ്റെ അവിടെ നിന്നോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു റെയിൽവേ ചാലുണ്ടായിരുന്നു പറയുന്നതോട്ടിലേക്ക് പോകാനായിട്ട്. ആ ചാല് പണ്ട് ഇത് ഇടിഞ്ഞതിനെ തുടർന്ന് അത് മൂടപ്പെട്ടു. ഇപ്പോൾ ഈ ഡ്രെയിനേജ് രണ്ട് സൈഡിലും കെട്ടിയിട്ട് ആ ഡ്രെയിനേജിൽ നിന്ന് തന്നെ വെള്ളം പോകുന്നത് നേരെ പുഴയിലേക്കാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയിൽ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അവിടെ ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വെള്ളക്കെട്ടുണ്ടാവും. അപ്പോൾ ഈ ഡ്രെയിനേജ് ശരിക്കും ഉണ്ടാക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കണില്ല. ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചാലുണ്ടായതായിട്ട് അവർക്കൊരു പിടിപാടുമില്ല. അപ്പോൾ ഇതിങ്ങനെ പണിയുന്നുണ്ട്. ഈ പണി എവിടെ ചെന്ന് നിൽക്കും? പണി വേഗം തീരും, പക്ഷേ ഇവിടെ വെള്ളക്കെട്ട് തീരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെ തിളച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സംഭവം ഇപ്പോൾ പണിയൊക്കെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് വെള്ളം ചാടിച്ചിട്ട് ഡ്രെയിനേജ് ഇപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട, ആ അപ്പുറത്തെ സൈഡിലാണ് ആ പൈപ്പ്. ആ പൈപ്പിൽ നിന്ന് വെള്ളം ചാടിയിട്ട് അവിടെ ഒരു ഡ്രെയിനേജ് പണിയും, അതായത് ലെഫ്റ്റ് സൈഡിൽ. എന്നിട്ട് ഈ വെള്ളം വന്ന് ചാടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലേക്കാണ് പോണേ. തൊട്ട അപ്പുറത്തൊരു ചെറിയ ഗ്യാപ്പുണ്ട്, അതിലൊരു പൈപ്പ് വെച്ചിട്ടുണ്ട് പുഴയിലേക്ക്. അതിലൂടെയാണ് ഈ വെള്ളം പോണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം സ്വാഭാവികമായിട്ട് ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ പുഴയിൽ വെള്ളം കൂടും, ഈ വെള്ളം ആ വെള്ളം കൂടി ബ്ലോക്കാവും. അപ്പോൾ വീണ്ടും ഇത് ഇവിടെ തന്നെ നിൽക്കും. ശരിക്കും ആ ചാല് തുറന്ന് വെള്ളം പറയുന്നതോട്ടിലേക്ക് വിടാണ് ചെയ്യേണ്ടത്. റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. സൗത്ത് ജംഗ്ഷൻ, ഹൗസിംഗ് ബോർഡ് കോളനി, KSRTC സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിലെ മഴവെള്ളം ഒഴുകിയെത്തുന്നത് ചാലക്കുടി റെയിൽവേ അടിപ്പാതയിലേക്കാണ്. എന്നാൽ ഈ മഴവെള്ളം റെയിൽവേ അടിപ്പാതയിൽ വന്ന് പുഴയിലേക്ക് പോകുന്നു. മഴക്കാലത്ത് പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ മഴവെള്ളം ഒഴുക്കുനിലയ്ക്കുകയും അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗത തടസ്സം ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. സൗത്ത് ജംഗ്ഷൻ മുതലുള്ള മഴവെള്ളം റെയിൽവേ അടിപ്പാതയിൽ വന്ന് എല്ലാ വർഷവും വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ഇതിന് ഏക പരിഹാരം സൗത്ത് ജംഗ്ഷൻ മുതൽ വരുന്ന മഴവെള്ളത്തെ അടിപ്പാത റോഡിൻ്റെ പടിഞ്ഞാറ് വശം കൂടി നിലവിലെ റെയിലിൻ്റെ സമീപത്തുകൂടി പടിഞ്ഞാറോട്ട് തോട് നിർമ്മിച്ച് പറയന്തോട്ടിലേക്ക് റെയിൽവേ ചാലുവഴി കൊണ്ടുപോവുക എന്നത് മാത്രമാണ്. എന്നാൽ നിലവിൽ റെയിൽവേ അധികാരികൾ സൗത്ത് ജംഗ്ഷൻ മുതൽ വരുന്ന മഴവെള്ളത്തെ പുതിയ കാന നിർമ്മിച്ച് പുഴയിലേക്കൊഴുക്കുന്ന മെയിൻ്റനൻസ് പണികളാണ് ഇപ്പോൾ നടത്തിപ്പോകുന്നത്. ഇത് തികച്ചും അശാസ്ത്രീയവും പരിഹാരമാർഗവുമല്ല എന്നതിനാൽ ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സതേൺ റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ മുൻപാകെ പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിവേദനം നൽകുകയും അടിപ്പാതയ്ക്ക് പടിഞ്ഞാറ് വശം കൂടി പറയന്തോട്ടിലേക്ക് പുതിയ കാന നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചു. യോഗത്തിൽ പോൾ പാറയിൽ അധ്യക്ഷനായി. സെക്രട്ടറി PD ദിനേശ്, ജോർജ് T മാത്യു, KV ജയരാമൻ, KC രാമേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ മഴക്കാലത്തും റെയിൽവേ അടിപ്പാതയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനു വേണ്ടി VO പൈലപ്പൻ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ റെയിൽവേ ചാൽ പുനർക്രമീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കേട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങി. റെയിൽവേ ചാൽ പുനർക്രമീകരിക്കുന്നതിന് വേണ്ട നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ട്രാക്ട് ആവശ്യപ്പെട്ടത് വളരെയധികം ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടതാണ്. ഈ അടിപ്പാത പണിത് അന്നു മുതലാണ് ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം വന്നു തുടങ്ങിയുള്ളൂ. അതിനു മുമ്പ് ഈ റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങേണ്ടായിട്ടില്ല. ഈ അടിപ്പാത പണിതപ്പോൾ സൗത്ത് ജംഗ്ഷനിൽ നിന്ന് മുതൽ വന്നിരുന്ന വെള്ളം അടിപ്പാതയ്ക്ക് തൊട്ട് മുമ്പായിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞ് റെയിൽവേ ചാല് വഴി പറയുന്നതിലേക്ക് പോയിരുന്നു. പക്ഷേ റെയിൽവേയുടെ ട്രാക്ക് ഇടിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ റെയിൽവേ ട്രാക്ക് ഇടിഞ്ഞ് സൈഡ് കെട്ടിയപ്പോൾ നമ്മുടെ തോട് മൂടിപ്പോയതാണ് ഇവിടുത്തെ പ്രധാനമായ വിഷയം. ഈ ചാലിന് സമീപത്ത് കൂടി റെയിൽവേ ചാല് വഴി പറയുന്നതിലേക്ക് വെള്ളം പോയിരുന്ന തോട് ഇന്ന് നിലവിലില്ല. ആ തോട് പുനർക്രമീകരിച്ച് ആ തോട് നിർമ്മിച്ച് സൗത്ത് ജംഗ്ഷനിൽ നിന്ന് വരുന്ന വെള്ളം, ആ വെള്ളത്തെ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ ഒരു പരിധി വരെ ഇവിടുത്തെ വെള്ളപ്പൊക്കം മാറ്റാൻ കഴിയുള്ളൂ. കൂടാതെ കൊണ്ട് ഈ അടിപ്പാതയിൽ നിന്നും പുഴയിലേക്ക് വെച്ചിരിക്കുന്ന 1 വേ വാൽവാണ്. ആ 1 വേ വാൽവ് വളരെയധികം താഴോട്ടാണ് നിൽക്കുന്നത്. പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ ആ പ്രഷറിൽ പുഴയിൽ നിന്നും വെള്ളം അടിപ്പാതയിലേക്ക് വരുന്നു. ഈ രണ്ട് പ്രോസസ്സും, ഈ പുഴയിൽ നിന്ന് വെള്ളം വരുന്നതും സൗത്ത് ജംഗ്ഷനിൽ വെള്ളം കൂടി വരുമ്പോൾ അടിപ്പാത ദിവസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കുന്നു, വെള്ളപ്പൊക്കത്തിലാകുന്നു. ഈ ആകെയുള്ളൊരു പരിഹാര മാർഗം പടിഞ്ഞാറ് സൈഡിൽ റെയിൽവേയുടെ ചാലിന് സമീപത്ത് കൂടി, അതായത് റെയിൽവേ ട്രാക്കിന് സമീപത്ത് കൂടി പടിഞ്ഞാറ് വശത്ത് NSS സ്കൂളിൻ്റെ സമീപത്ത് കൂടി റെയിൽവേ ചാല് പുനർനിർമ്മിച്ച് പറയുന്ന തോട്ടിലേക്ക് വെള്ളം പോകുന്നതിനുള്ള നടപടിയാണ് ആവശ്യം.
ഈ കാര്യം റെയിൽവേ അധികാരികൾക്ക് അറിയില്ല എന്നാണ് ഇന്ന് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത്. അതുപ്രകാരം ഡിവിഷണൽ റെയിൽവേ എഞ്ചിനീയർക്ക് ട്രാക്ട് ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം നേടിക്കൊണ്ടുള്ള നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗത്ത് ജംഗ്ഷനിൽ നിന്ന് വരുന്ന മഴവെള്ളത്തെ റെയിൽവേ ചാല് വഴി പറയും തോട്ടിലേക്ക് പോകുന്നതിനുള്ള പുതിയ കാനയ്ക്ക് ടെൻഡർ വിളിക്കുകയും അടിയന്തരമായി പുതിയ കാന നിർമ്മിക്കണമെന്നുമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ അടിപ്പാതയിലെ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ റെയിൽവേ അടിപ്പാതയിൽ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ റെയിൽവേ ചാല് അതിലൂടെ വെള്ളം ഒഴുക്കിയാലാണ് ഈ പറയുന്ന വെള്ളക്കെട്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് ട്രാക്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെന്തുകൊണ്ടാണ് നഗരസഭയ്ക്ക് ഇടപെടാൻ സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയേണ്ടത്. കാരണം ഇത് റെയിൽവേയുടെ ഭൂമിയായിട്ടുണ്ടോ? അതിനേക്കാളുപരിയുള്ള വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൺ വേ വാൽവാണ്. നമ്മളിപ്പോൾ നേരത്തെ അവിടെ പണി നടക്കണതിൻ്റെ ഭാഗത്ത് അവിടെയാണ് പുഴയിലേക്കുള്ള പൈപ്പ് വെച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പൈപ്പ് ഇങ്ങനെ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. പുഴയിൽ നിന്നുള്ള വെള്ളം കയറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇവിടെ വെള്ളക്കെട്ട് ഈ മഴക്കാലത്തെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ക്രാക്ക് ഉൾപ്പെടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സത്യമായൊരു ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്.